1947 മലാക്ക കടലിടുക്കിലൂടെ നിരവധി കപ്പലുകൾ യാത്ര ചെയ്തിരുന്നു. അപ്രതീക്ഷിതമായി ഒരു സന്ദേശം അവരുടെ റേഡിയോയിൽ ലഭിച്ചു. സന്ദേശം ഇങ്ങനെയായിരുന്നു: ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ഓഫീസർമാരും മരിച്ചിരിക്കുന്നു. മുഴുവൻ ജീവനക്കാരും മരിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം കുറച്ചു നേരത്തെ നിശബ്ദത. ശേഷം വീണ്ടും ഒരു മെസ്സേജ് വന്നു: ഞാൻ മരിക്കുന്നു. ആ വാക്കുകൾ കേട്ട ശേഷം റേഡിയോ പൂർണ്ണമായും നിശബ്ദമായി. ആ സന്ദേശം അയച്ച കപ്പലിന്റെ പേരാണ് ഈ സന്ദേശം കേട്ട് അടുത്തുണ്ടായിരുന്ന സിൽവസ്റ്റർ സ്റ്റാർ എന്ന വ്യാപാര കപ്പൽ സഹായത്തിനായി യാത്ര തിരിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം അവർ ആ കപ്പൽ കണ്ടെത്തി. കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കപ്പലിന് ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. രക്ഷാസംഘം കപ്പലിലേക്ക് കയറി. അവർ അവിടെ കണ്ട കാഴ്ച ഒരു സിനിമയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു. കപ്പലിന്റെ ഡെക്കിലും റേഡിയോ റൂമിലും ബ്രിഡ്ജിലും എവിടെയും മൃതദേഹങ്ങൾ മാത്രം. എല്ലാവരും മരിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ മുഖങ്ങൾ. കണ്ണുകൾ തുറന്ന നിലയിലും വായുകൾ പിളർന്ന നിലയിലും മുഖത്ത് അതിശക്തമായ ഭയത്തിന്റെ അടയാളങ്ങളും. അവസാന നിമിഷം എന്തോ ഒന്നിനെ കണ്ട് പേടിച്ചതുപോലുള്ള മുഖഭാവങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന ഒരു നായ പോലും മരിച്ചിരുന്നു. മൃതദേഹങ്ങളിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും അവരെ ഫോഴ്സ്ഫുള്ളി ഉപദ്രവിച്ചതായിട്ടുള്ള ലക്ഷണങ്ങളും അവരുടെ ദേഹത്തുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും മരിച്ചിരിക്കുന്നു. അതിനുശേഷം അവിടെ വന്ന രക്ഷാപ്രവർത്തകർ താഴെയുള്ള ചരക്കുമുറിയിലേക്ക് ഇറങ്ങി നോക്കി. അവിടെ അവർ മറ്റൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. പുറത്ത് നല്ല ചൂടാണ്. എന്നാൽ കപ്പലിന്റെ ഉൾഭാഗത്ത് കയറിയപ്പോൾ അസാധാരണമായ തണുപ്പ് അവർക്ക് അനുഭവപ്പെട്ടു. എന്തോ തെറ്റായി സംഭവിക്കുന്നു എന്ന് അവർക്കെല്ലാവർക്കും തോന്നി. പക്ഷേ എന്തായിരിക്കും അങ്ങനെ? ആർക്കും അറിയില്ല. സിൽവർ സംഘം കപ്പൽ തുറമുഖത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു അപകടം സംഭവിക്കുന്നത്. കപ്പലിന്റെ അടിഭാഗത്തു നിന്ന് പുക ഉയർന്നു വരാൻ തുടങ്ങി. എല്ലാവരും ഉടൻ തന്നെ ആ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു സ്ഫോടനം. SS സുറാങ് മേഡൻ തീഗോളമായി മാറി. പിന്നീട് ആ കപ്പൽ കടലിലേക്ക് മുങ്ങി. എല്ലാ തെളിവുകളും കൂടെ കൊണ്ടുപോയി. ഈ കപ്പൽ എവിടെ നിന്ന് വന്നതാണെന്നോ, ഈ കപ്പൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണെന്നോ, ഈ കപ്പലിന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് ആ കപ്പൽ മുങ്ങുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇന്നുവരെ ഈ സംഭവത്തിന് വ്യക്തമായ ഉത്തരമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ചില പ്രധാന സിദ്ധാന്തങ്ങൾ പലരും പറയുന്നുണ്ട്. രഹസ്യമായി അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു കപ്പലായിരുന്നു ഇത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. പൊട്ടാസ്യം സയനൈഡ് പോലുള്ള വിഷവാതകങ്ങൾ ചോർന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് ശ്വസിക്കുന്നവർ മരിക്കും. ശേഷം രാസപ്രതികരണമാണ് ഈ സ്ഫോടനത്തിന് കാരണമായതെന്നും ചില ഗവേഷകർ പറയുന്നുണ്ട്. മറ്റു ചില ഗവേഷകർ പറയുന്നത് എൻജിൻ ഭാഗത്തു നിന്ന് കാർബൺ മോണോക്സൈഡ് ചോർന്നിരിക്കാം. ഈ വാതകം മണമില്ലാത്തതിനാൽ ആളുകൾ അറിയാതെ ഇത് ശ്വസിച്ചിരിക്കാം. ഇത് കാരണമായിരിക്കാം അവർ മരണപ്പെട്ടതെന്നും ചില ഗവേഷകർ പറയുന്നുണ്ട്. മാത്രമല്ല, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രാസായുധങ്ങൾ അനധികൃതമായി കൊണ്ടുപോയിരിക്കാം. അത് ചോരുന്നതായിരിക്കാം ദുരന്തത്തിന് കാരണമെന്നും പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. പക്ഷേ ഇതിനെല്ലാം പുറമെ വളരെയധികം പ്രശസ്തമായ മറ്റൊരു സിദ്ധാന്തവുമുണ്ട്. മരണഭയത്തിൽ ഉറഞ്ഞുപോയ മുഖങ്ങൾ, അസാധാരണമായ തണുപ്പ്, കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത മരണങ്ങളും. ഇവയെല്ലാം കാരണം പലരും ഇന്ന് ഇത് വിശ്വസിക്കുന്നത് ഇതൊരു ഗോസ്റ്റ് ഷിപ്പ് ആണെന്നാണ്. ഒരുപക്ഷെ പ്രേതങ്ങളായിരിക്കും അവരെ കൊന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വലിയ രഹസ്യമാണ്. ഗവേഷകർ വർഷങ്ങളോളം ഈ കപ്പലിനെ കുറിച്ചും ക്രൂവിനെ കുറിച്ചുമൊക്കെ ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ SS ഒറാങ് മേഡൻ എന്ന് പറയുന്ന ഈ കപ്പലിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കപ്പൽ രജിസ്റ്ററുകളിൽ പോലും ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നതായിരിക്കില്ല. ഇത് പിന്നീട് പലരും പറഞ്ഞു പരത്തിയ ഒരു കെട്ടുകഥ ആയിരിക്കാം എന്നാണ്. ഇതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കാനായിരിക്കും പലർക്കും താല്പര്യം. പക്ഷേ അപ്പോഴും മറ്റൊരു ചോദ്യമുണ്ട്. സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു വ്യാപാരി കപ്പലിന് ഈ ഒരു മെസ്സേജ് അയച്ചത് ആരായിരിക്കും? ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും SS സുറാങ് മേഡൻ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര രഹസ്യങ്ങളിൽ ഒന്നായി തന്നെ തുടരുന്നുണ്ട്. മുഴുവൻ ജീവനക്കാരും മരിച്ച ഒരു കപ്പൽ, ഞാൻ മരിക്കുകയാണ് എന്ന അവസാന സന്ദേശം, ശേഷം തെളിവുകൾ മുഴുവൻ നശിപ്പിച്ച സ്ഫോടനവും. യഥാർത്ഥമാണോ ഈ ഒരു സംഭവം? അതോ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമുദ്ര തട്ടിപ്പുകഥകളിൽ ഇതും ഒരു പാർട്ടാണോ? ആ സത്യം ഒരുപക്ഷെ മലാക്ക കടലിടുക്കിന്റെ ആഴങ്ങളിൽ എന്നേക്കുമായി മറിഞ്ഞിരിക്കുന്നുണ്ടാകാം. കാരണം SS സുറാങ് മേഡൻ ഇന്നും കടലിന്റെ ഏറ്റവും ഭയാനകമായ അജ്ഞാത രഹസ്യങ്ങളിലൊന്നാണ്.